ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, പാവപ്പെട്ട ഉസ്താദാണ്, വലിയ പ്രയാസത്തിലാണ്, കടത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന, അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ്. ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത്. ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ആളുകൾക്ക് അങ്ങനെയാണല്ലോ വിശ്വാസമുള്ളത്. ഗുരുവായൂർ പോയിട്ട് കുട്ടിയെ കിട്ടിയല്ലോ, അത് അനുഭവമല്ലേ? അങ്ങനെ പല പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെ രോഗം മാറാറുണ്ടല്ലോ, പ്രയാസം നീങ്ങാറുണ്ടല്ലോ. അതുപോലെ ഈ മന്ത്രവാദി എടുക്ക പോകുമ്പോൾ കാര്യങ്ങളൊക്കെ നേടാറുണ്ടല്ലോ. ഇങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹാ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ, നിന്റെ കണ്ണിൽ നിന്നൊരാളെ കാണുമ്പോ കണ്ണീര് വരികയും അങ്ങനെ ഒരു മന്ത്രവാദി എടുക്ക പോയത് മാറുകയും ചെയ്യുമെന്ന് നീ പറഞ്ഞില്ലേ? അതിനുള്ള കാരണം ശൈത്താനാണ് കേട്ടോ, ശൈത്താനാണ് കേട്ടോ. അപ്പൊ ഏർവാടി പോയാൽ രോഗം മാറുന്നത്, അതുപോലെ ഗുരുവായൂർ പോയാൽ കുട്ടിയെ കിട്ടുന്നതൊക്കെ ശൈത്താനാണ്. എന്താണ് മുസ്ലിയാരെ, എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? അങ്ങനെ ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ വാചകത്തിലുണ്ടോ? ജബ്ബാർ മൗലവിയുടെ എന്ന് പറഞ്ഞ് വായിച്ച വാചകത്തിലുണ്ടോ? ആ വാചകത്തിലുമില്ല. നമ്മുടെ നാട്ടിലെ മടവൂരികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള കുപ്രചരങ്ങൾ നടത്തിയപ്പോൾ ഇസ്ലാഹിൽ തന്നെ അങ്ങനെ ജിന്നോട് സഹായം തേടാമെന്നാണ് മുജാഹിദുകളുടെ വാദം എന്നാണോ പറഞ്ഞത്? അല്ല, വ്യക്തമായ മറുപടി പറഞ്ഞു. നേരത്തെ വായിച്ച, അദ്ദേഹം വായിച്ച ആ ഉദ്ധരണി തന്നെ, ഇസ്ലാഹിൽ വന്ന ആ ഉദ്ധരണി തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഷമീർ കുറ്റിപ്പുറം എന്ന് പറയുന്ന ആള് 2008 ജനുവരി മാസത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അന്നു തന്നെ ഇസ്ലാഹ് നൽകിയ മറുപടി കേട്ടോളൂ. ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. വിജനപ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും സുന്നത്തിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ഇതാരാ പറഞ്ഞത്? ഇസ്ലാഹ് ഇവിടെ വായിച്ച ആ ഉദ്ധരണിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എപ്പോഴാണ്? 2008 ജനുവരി മാസത്തിൽ. 2008 ജനുവരി മാസത്തിലാണ് പറയുന്നത്. 2 വർഷമായി, 2 കൊല്ലമായി. ഇന്നലെ എഴുതി വെച്ചതല്ല, മിനിഞ്ഞാന്ന് എഴുതി വെച്ചതല്ല. എന്താ പറയുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല എന്നാണ് ഇസ്ലാഹ് പറയുന്നത്. എന്നാൽ അതിനെ മടവൂരികൾ ദുർവ്യാഖ്യാനിച്ചു കൊണ്ട് നടന്നു. മുസ്ലിയാക്കന്മാർ അത് ഏറ്റുപിടിച്ചു എന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ആ വാചകമോ അദ്ദേഹം വായിച്ച വാചകമോ അത്തരത്തിലുള്ള മറുപടി മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് കൊടുക്കാൻ തുടങ്ങിയതല്ല. അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന ഏറ്റവും വലിയ വഴികേട് അത് പറയുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ അതിന് മുജാഹിദ് പ്രസ്ഥാനം ഉചിതമായ മറുപടി നൽകാറുണ്ട്. അതുപോലെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗമാണ് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന ഹദീസിലെ ഒരു ഭാഗം. ആ ഭാഗം എടുത്തു വെച്ച് ദുർവ്യാഖ്യാനിക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനം അതിന് നൽകി വന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി ജബ്ബാർ മൗലവി മാത്രമല്ല, ഇസ്ലാഹ് മാത്രമല്ല, ചെറിയ മുണ്ടം നൽകിയിട്ടുണ്ട്, ഷബാബിൽ കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണെന്നല്ല, നേരെ മറിച്ച് അതേ ഉദ്ധരണി തന്നെ എടുത്ത് പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിലുണ്ട്, നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന പുസ്തകത്തിലുണ്ട്. അങ്ങനെ ഒന്നിലധികം പുസ്തകങ്ങളിൽ ഇപ്പോഴും യുവത വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ ഉണ്ടെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ഡിസംബർ 2009 ഡിസംബർ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് മുമ്പ് ഇറങ്ങിയ ഷബാബ്, ആ ഷബാബിലടക്കമുണ്ട്. ഇപ്പൊ വായിച്ച ആ ഉദ്ധരണി. ഇതിലെന്താ പറയുന്നത് കേട്ടോളൂ. വിജനമായ മരുഭൂമിയിലോ മറ്റോ ഒറ്റപ്പെട്ടു പോകുമ്പോൾ
ജിന്ന് മലക്കുകൾ എന്നിവരോട് സഹായം തേടാമെന്ന ബ്രാക്കറ്റിൽ പ്രാർത്ഥനയല്ലെന്ന AP മുജാഹിദുകളുടെ വിശ്വാസത്തെ ഫെബ്രുവരി 6 തിരുത്തിയാട്ട് വെച്ചു നടത്തിയ പ്രസംഗത്തിൽ സുഹൈർ ചുങ്കത്തറ ന്യായീകരിച്ചത് ശബാബും പ്രസ്തുത വിശ്വാസം അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ ഇൻസിനോട് ചേർത്ത് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ജിന്ന് മനുഷ്യൻ തന്നെയാണ്. അതിനാൽ മനുഷ്യരിലെ ജിന്നിനോട് സഹായം തേടാം. മലക്കുകൾ അല്ലാഹുവിന്റെ ആജ്ഞപ്രകാരം മനുഷ്യരൂപത്തിൽ മനുഷ്യരോട് ഇടപെട്ട സംഭവങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസും പ്രസ്താവിക്കുന്നു. ഇവ കൂടാതെ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥന ചെയ്യാതെയും മലക്കുകളോട് സഹായാഭ്യർത്ഥന നടത്തിയതിനും അതനുസരിച്ച് മലക്കുകൾ സഹായിച്ചതിനും വിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസുകളിൽ നിന്നോ തെളിവുകൾ സമർപ്പിക്കാൻ ശബാബിന് കഴിയുമോ എന്നൊരു ചോദ്യം യാസിർ അർഫാത്ത് തിരുത്തിയാണെന്ന് ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ചെറിയ മുണ്ടം ഈ കഴിഞ്ഞ ഡിസംബറിൽ കൊടുത്ത മറുപടി കേട്ടോളൂ. രൂക്ഷവും ഗതാഗത വേഗതയുമുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. സാധാരണ മനുഷ്യർക്ക് കഴിയാത്തത് പലതും അതിന് കഴിയുന്നു എന്ന് പറഞ്ഞാൽ ജിന്നിന് കഴിയുന്നു. ജിന്നിനെങ്ങനെ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ആരാ? മുശ്രിക്കാണ്. അപ്പൊ മുശ്രിക്കുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളാരാ? അമാനി മൗലവിയാണ്. എണ്ണം പിടിച്ചോ മടവൂരികൾ എണ്ണിക്കോ. അമാനി മൗലവിയാ. തീർന്നില്ല. വീണ്ടും അമാനി മൗലവി വിശദീകരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് ഖുർആൻ സൂറത്ത് അൽ അറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരമുള്ളയിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ. മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചിട്ടില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. പൈശാചിക സഹായം കിട്ടും. പൈശാചിക സഹായം കിട്ടും. മുശ്രിക്ക് നമ്പർ 1 അമാനി മൗലവി. പറയാൻ മടവൂരികളെ ധൈര്യമുണ്ടോ? പറയാൻ സുല്ലമിമാരെ ധൈര്യമുണ്ടോ? അല്ലേ? സഹായം കിട്ടും. സേവിച്ചില്ലെങ്കിലും സഹായം കിട്ടും. എന്താ പിശാച് സഹായിക്കുന്നത്? മനുഷ്യനെ പിഴപ്പിക്കാൻ. സേവിച്ചാലും സഹായം കിട്ടും, സേവിച്ചില്ലെങ്കിലും. ഇതൊരു പുതിയ നയമാണോ? ആണോ? അമാനി മൗലവി എഴുതി ഇസ്ലാമിക ജീവിതത്തിൽ. അപ്പോ തീർന്നില്ല. ഇനിയും പിന്നെയും പറയാം. ഇതിൽ യാതൊരു സാങ്കത്യവും ഇല്ല തന്നെ. പിശാചിനെ പ്രത്യേകം പൂജയും മറ്റു കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിലും അസാങ്കത്യമില്ല. എന്നാൽ ഇത്തരക്കാർ പറയുന്നത് തെറ്റോ ശരിയോ എന്നതല്ല പ്രശ്നം. അവരുടെ അടുക്കൽ പോകാമോ, അവര് പറയുന്നത് വിശ്വസിക്കാമോ, അവരെ കൊണ്ട് വല്ലതും ചെയ്യിക്കാമോ എന്നതാണ് പ്രശ്നം. ഇതെല്ലാം ഇസ്ലാം കർശനമായി വിരോധിച്ചിരിക്കുന്നു. നിഷിദ്ധമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്നത് വിരോധിച്ചതുപോലെ അതുകൊണ്ട് സുഖം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നല്ല നോക്കേണ്ടത്. ഇസ്ലാമിക ശരീഅത്ത് അത് വിരോധിച്ചിട്ടുണ്ടോ അതോ അനുവദിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അടുത്ത വാചകം കേട്ടോണേ, എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്താ പറയുന്നത്? മറഞ്ഞ കാര്യം അല്ലാഹുവിന് മാത്രമേ അറിയൂ എന്ന വിശ്വാസത്തോട് പിശാച് മുഖേന അവന്റെ സേവകർക്ക് ലഭിക്കുന്ന അറിവിനെ കുറിച്ചുള്ള ഈ ധാരണ എതിരാകുന്നില്ല. ഗൈബിയായ വിശ്വാസത്തിന് ഇത് എതിരല്ല. പിന്നെ നോക്കൂ, വിശദീകരിക്കാണ്. പിശാചിനെ തന്നെ നിഷേധിക്കുന്ന ചിലർ അങ്ങനെയും വാദിച്ചേക്കാം. ഏതുപോലെ? ഇപ്പൊ നേരത്തെ സലാം സുല്ലമി വാദിച്ചില്ലേ? ഗൈബിയായ വിശ്വാസത്തിന്റെ തകർച്ചയാണിത് എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വാദിക്കുന്നത് ആരാണ്? പിശാചിനെ തന്നെ നിഷേധിക്കുന്ന ചിലർ അങ്ങനെയും വാദിച്ചേക്കാം. മറഞ്ഞ കാര്യം അല്ലാഹുവേ അറിയൂ എന്ന് പറയുന്നതിലെ ഒന്നതിന്റെ ഉദ്ദേശം ഏത് കാര്യവും കാലദേശമോ ഏത് തരത്തിലുമുള്ള വകഭേദമോ ഇല്ലാതെ ശരിക്കും കൃത്യമായും അളവ് പിഴക്കാതെയും ദൃഢമായി അറിയുക അല്ലാഹു മാത്രമാണെന്നതാണ്. വല്ലതും അവൻ അറിയിച്ചു കൊടുത്താൽ അത് സൃഷ്ടികൾക്കും അറിയും. മാത്രമല്ല പൈശാചികമായി ലഭിക്കുന്ന അനുമാനങ്ങളിൽ പലതും നുണയായിരിക്കും. പലതും ആളുകൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചുണ്ടാക്കിയതായിരിക്കുകയും ചെയ്യും. ചിലതൊക്കെ ശരിയുമാകാം. ഇതാരാ പറഞ്ഞത്? അമാനി മൗലവി. എപ്പോഴാ? പിളന്നിട്ടല്ലോ. ആണോ? മൂപ്പർക്ക് ഗ്രൂപ്പ് ഇല്ലല്ലോ. ഉണ്ടോ അമാനി മൗലവി ഗ്രൂപ്പ്? ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.